ഹായ് ഹലോ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ആർമി GD എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഫിസിക്സിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫുൾ വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യരുത്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആറ്റം ബോംബ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ആറ്റം ബോംബ് വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഏകദേശം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ഫിഷനും അതുപോലെ തന്നെ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷനും അല്ലേ. 2 ടേം നമ്മൾ പഠിക്കുന്നുണ്ട്. ന്യൂക്ലിയർ ഫിഷനും പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷനും. 2 ടേം നമ്മൾ പഠിക്കുന്നതാണ്. 2 ടേംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആറ്റം ബോംബ് അല്ലെ വർക്ക് ചെയ്യുന്നത് എന്ത് പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിലാണ്? ന്യൂക്ലിയർ ഫിഷൻ ആണോ അതോ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണോ? ഏതായിരിക്കും ആൻസർ? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? എന്താണ് ഓപ്ഷൻ? ഏതാണ് ഓപ്ഷൻ സി, ന്യൂക്ലിയർ ഫിഷൻ ആണ് അല്ലേ. എന്താണ് ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കൂടിച്ചേരുക അല്ലേ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിച്ചേരുക. അതല്ല എന്തായാലും ആറ്റം ബോംബിൽ നടക്കുന്ന പ്രോസസ്സ് അല്ലേ. നമുക്കറിയാം എന്താണ്? ഹെവി ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അല്ലെ എനർജി എന്ത് ചെയ്യുകയാണ്? റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുക? ആറ്റം ബോംബിനകത്ത് നടക്കുന്നത്. അതിൽ ആറ്റം ബോംബിൽ നടക്കുന്ന പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ് എന്തിൽ നടക്കുന്നത്? ആറ്റം ബോംബിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സണ്ണിൽ നടക്കുന്ന പ്രോസസ്സാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? അത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് അല്ലേ. എന്താണ്? നമുക്ക് ഹെവി ആയിട്ടുള്ളതാണ്. ഹെവി മാസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്ത് ചെറുതായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഹീറ്റ് എനർജി ഒക്കെ റിലീസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക? ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള പ്രോസസ്സ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഫിസിസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഹൈസൻബർഗ്, ദെൻ ഓപ്ഷൻ ബി ന്യൂട്ടൺ, ദെൻ ഓപ്ഷൻ ഡി ബ്രീസ്, ദെൻ ഓപ്ഷൻ ഡി ഡാർവിൻ. 4 ഓപ്ഷൻ, 4 സയന്റിസ്റ്റിന്റെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ചോദിച്ചേക്കുന്നത് എന്താണ്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ആരായിരിക്കും ആൻസർ? നിങ്ങൾക്ക് അറിയാമോ ഏതാണ് ആൻസർ എന്നുള്ളത്? ഏതാണ് ആൻസർ എന്നറിയാമോ അല്ലേ? ഹൈസൻബർഗ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഹൈസൻബർഗ് ആണ് അല്ലേ. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസുമായിട്ട് റിലേറ്റഡ് ആണ്. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അല്ലെ. ആറ്റത്തിനകത്ത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്? കണ്ടുപിടിച്ചാണ് എന്തെന്ന് പറയുക? ഹൈസൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? ന്യൂട്ടൺ എന്താണ്? നമുക്കറിയാം എന്താണ്? ന്യൂട്ടൺ ലോസ് ഉണ്ട്. 3 ലോസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? തേർഡ് ലോ ഉണ്ട്. 3 ലോസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ലോ എന്തെന്ന് അറിയപ്പെടുന്നുണ്ടായിരുന്നു? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എങ്ങനെയാണ് അറിയപ്പെട്ടത്? ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലെ, ഫിസിക്കൽ ടു അല്ലെ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത് ചോദിച്ചാൽ ഏത് ലോ എന്ന് ചോദിച്ചാൽ എന്താണ്? സെക്കൻഡ് ലോ ആണ്. അതുപോലെ തന്നെ എന്താണ്? തേർഡ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? റോക്കറ്റ് ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ റീകോയിലിംഗ് ഓഫ് ഗണ്ണ്, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ന്യൂട്ടന്റെ ഏത് തത്വം അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ എന്താണ്? 3ാമത്തെ ന്യൂട്ടൺ തേർഡ് ലോ അനുസരിച്ചാണ് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെ കണ്ടുപിടിച്ച ആരാന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആരായിരുന്നു? ഹൈസൻബർഗ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ മെഷർഡ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്? എന്താണ് പറഞ്ഞത്? ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓപ്ഷൻ ബി ചാൾസ് ഡാർവിൻ, ദെൻ ഓപ്ഷൻ സി റോമർ, ദെൻ ഓപ്ഷൻ ഡി മാക്സ്വെൽ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് അറിയാമോ ആൻസർ ഏതാന്നുള്ളത്? ഏതാണ്? ഓപ്ഷൻ സി റോമർ ആണ് അല്ലേ. ഒലേ റോമർ എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ലൈറ്റിന്റെ സ്പീഡ് മെഷർമെന്റ് ചെയ്ത്. നമുക്കറിയാം ലൈറ്റിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? സ്റ്റഡി ഓഫ് ലൈറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? എന്താണ്? ഒപ്റ്റിക്സ് ആണ് അല്ലെ. ഒപ്റ്റിക്സ് ആണ് എന്ന് പറയുക സ്റ്റഡി ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്നത്. ലൈറ്റിനെ കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒപ്റ്റിക്സ് ആണ്.
ഇനി നോക്കി നമുക്കറിയാം അടുത്ത പോയിന്റ് ആണ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ആണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എന്ത് എഴുതണം വാക്വം എഴുതണം അല്ലേ വാക്വം എന്ന് പറഞ്ഞാൽ എന്താണ് ശൂന്യത അല്ലേ ശൂന്യതയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റ് വളരെ സ്പീഡിൽ എന്ത് ചെയ്യുകയാണ് സഞ്ചരിക്കുകയാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗതയിൽ എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്നുണ്ട് ഈ ലൈറ്റ് എന്ത് ചെയ്യുകയാണ് ഏറ്റവും നന്നായിട്ട് സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വാക്വത്തിലൂടെയാണ് എന്ത് ചെയ്യുക ഏറ്റവും നല്ല രീതിയിൽ സഞ്ചരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഈ ലൈറ്റ് ഇത്രയും സ്പീഡിൽ സഞ്ചരിക്കുന്നു എന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ആദ്യമായിട്ട് മെഷർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് നമ്മൾ ചോദിച്ചത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി റോമർ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ഓക്കെ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇൻ വാക്വം ഡാഷ് വേവ്സ് കനോട്ട് ബി പ്രൊപ്പഗേറ്റഡ് എന്താണ് പറഞ്ഞേക്കുന്നത് ഏതോ ഒരു ടൈപ്പ് വേവ്സ് എന്ത് ചെയ്യുക ശൂന്യതയിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല ആ വേവ്സ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ ലൈറ്റ് വേവ്സ് ഓപ്ഷൻ ബി സൗണ്ട് വേവ്സ് ഓപ്ഷൻ സി ബോത്ത് ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് ഈ 4 ഓപ്ഷനകത്ത് എന്താണ് ചോദിച്ചേക്കാം വാക്വത്തിനകത്തൂടെ എന്ത് ചെയ്യുകയാണ് ട്രാവൽ ചെയ്യാത്തത് കനോട്ടാണ് ചോദിച്ചേക്കുന്നത് ട്രാവൽ ചെയ്യാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് ഓപ്ഷൻ ബി സൗണ്ട് വേവ്സ് ആണ് എന്തുകൊണ്ടായിരിക്കും സൗണ്ട് വേവ്സ് ശൂന്യതയിൽ കൂടെ സഞ്ചരിക്കത്തില്ല എന്ന് പറയാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം അതായത് സൗണ്ട് സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ് ഒരു മീഡിയം ആവശ്യമാണ് അല്ലേ ഒരു മീഡിയം ആവശ്യമാണ് നമ്മൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഒരു മീഡിയത്തിൽ ചെന്ന് തട്ടി എന്ത് ചെയ്യുക തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കേൾവി എന്നുള്ളത് കിട്ടുകയുള്ളൂ അല്ലേ അതുകൊണ്ട് സഞ്ചരിക്കാൻ അതായത് ലൈറ്റ് സഞ്ചരിക്കാൻ വാക്വം മതിയെങ്കിൽ പക്ഷേ സൗണ്ട് സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ് ഒരു മീഡിയം ആവശ്യമാണ് അല്ലേ ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് കേൾക്കുന്നത് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് എക്കോ അല്ലെ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ടേം ആണ് എക്കോ എന്ന് പറയുന്നത് എക്കോ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ് ഒരു മീഡിയം ആവശ്യമാണ് സൗണ്ട് എന്ത് ചെയ്യുക ആ പ്രതലത്തിൽ ചെന്ന് തട്ടി എന്ത് ചെയ്യണം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരണം റിഫ്ലക്റ്റ് ചെയ്ത് വന്ന് നമ്മുടെ ചെവിയിൽ വന്ന് വീണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഹിയറിംഗ് എന്നുള്ള സെൻസേഷൻ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ലഭിക്കത്തേ ഉള്ളൂ അന്നേരം എന്താണ് ഒരു ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എന്താണ് ഒന്നുമില്ല മോളിക്യൂൾസ് ഒന്നുമില്ല അന്നേരം എന്ത് ചെയ്യത്തില്ല സൗണ്ട് ട്രാവൽ ചെയ്യില്ല ഇനി നമ്മൾ നോക്കേണ്ട ഇതാണ് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഓഡിബിൾ റേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാനുള്ള ശ്രവണ പരിധി ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് 20 ഹെഡ്സ് തൊട്ട് അല്ലെ 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയാണ് എന്തെന്ന് പറയുക നമുക്ക് ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് സൗണ്ട് ഹ്യൂമൻ ബീങ്സിന് കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയാണ് ഈ സൗണ്ടിന് ഇടയ്ക്കുള്ള സൗണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഹ്യൂമൻ ബീങ്സിന് കേൾക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി നോക്കിയേ 20,000 ഹെഡ്സിന് മുകളിലാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട് അൾട്രാ സൗണ്ട് എന്ന് അറിയപ്പെടുന്നുണ്ട് 20 ഹെഡ്സിന് താഴെയാണെങ്കിൽ എന്ത് പറയുന്നുണ്ട് ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഇൻഫ്രാസോണിക് സൗണ്ടും അതുപോലെ തന്നെ എന്താണ് അൾട്രാസോണിക് സൗണ്ടും നമുക്ക് എന്ത് ചെയ്യത്തില്ല ഓഡിബിൾ അല്ല നമുക്കിത് കേൾക്കാനായിട്ട് പറ്റില്ല അതേതാണ് ബാറ്റ് അല്ലെങ്കിൽ എന്താണ് ഡോൾഫിൻ എലിഫന്റ് പോലുള്ള ജീവികൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഇൻഫ്രാറെഡ് റേസും അതുപോലെ തന്നെ എന്താണ് ഇൻഫ്രാറെഡ് സൗണ്ടും അതുപോലെ തന്നെ എന്താണ് അൾട്രാ സൗണ്ടും ഒക്കെ എന്ത് ചെയ്യത്തുള്ളൂ കേൾക്കാനായിട്ട് പറ്റൂ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ എന്താണ് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയ്ക്കുള്ള സൗണ്ടിന്റെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കേൾക്കാനായിട്ട് സാധിക്കൂ ക്ലിയർ ആണോ എന്നിട്ട് എന്താണ് വാക്വത്തിലൂടെ സഞ്ചരിക്കാത്ത വേവ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സൗണ്ട് വേവ് ആണ് നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള റീസൺ പറഞ്ഞാൽ എന്താണ് ഒരു മീഡിയം ആവശ്യമാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് ഒരു മീഡിയം ആവശ്യമാണ് മീഡിയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ആർമി റാലി 2026 നമ്മുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെയിം ക്ലാസ് നമ്മുടെ ആപ്പിൽ റെക്കോർഡ് സെക്ഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനോടൊപ്പം ക്ലാസ്സിന് ശേഷം നമ്മൾ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഡെയിലി പ്രാക്ടീസ് പേപ്പറും നിങ്ങൾക്ക് ഇതിനോടൊപ്പം നൽകുന്നുണ്ട് റിവിഷൻ ക്ലാസ്സും വീക്ക്ലി എക്സാംസും നിങ്ങൾക്ക് അതിനോടൊപ്പം നൽകുന്നതാണ് നമുക്കുള്ള കോഴ്സസ് എന്ന് പറയുന്നത് ആർമി GD ആർമി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ ഇത്രയും ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനായിട്ടുമുണ്ട് ഓഫ്ലൈനായിട്ടുമുണ്ട് ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക പഠനം മുമ്പോട്ട് കൊണ്ടുപോവുക ഓക്കെ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്
ഐസ് ഫ്ലോട്ട് ഇൻ വാട്ടർ ബിക്കോസ് ദ ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. നോക്കി എന്താണ് പറയുന്നത്, വെള്ളത്തിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഐസ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തോ, വെള്ളത്തിനകത്ത് എന്താണ് ഒരു ഐസ് ക്യൂബ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഐസ് ക്യൂബ് എന്ത് ചെയ്യുകയാണ്, മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. നോക്കി, ഐസ് ഫ്ലോട്ട് ഇൻ വാട്ടർ ബിക്കോസ് ദ ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. അല്ലേ, ഡെൻസിറ്റി എന്തായിരിക്കും, കൂടുതലാണെന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നോക്കി, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, വാട്ടറിന് എന്തായിരിക്കും, ഡിക്രീസ് ആണോ അതോ ഇൻക്രീസ് ആണോ അതോ നോ ചേഞ്ച് ആണോ അതോ നൺ ഓഫ് ദി എബോവ് ആണോ? എന്തായിരിക്കും ആൻസർ ചെയ്യുക? നമുക്കറിയാവുന്ന കണ്ടീഷനാണ് ഐസ് ഫ്ലോട്ട് ചെയ്യുന്നത് അല്ലേ, എപ്പോഴും എന്തായിരിക്കും, പൊങ്ങിക്കിടക്കുന്നുണ്ട്. അന്നേരം ആൻസർ എന്തായിരിക്കും ഡിക്രീസ് ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കിലോ വാട്ട് അവർ ഈസ് എ യൂണിറ്റ് ഓഫ് ഡാഷ്. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എനർജി, ഓപ്ഷൻ ബി ഫോഴ്സ്, ഓപ്ഷൻ സി ഹീറ്റ്, ദെൻ ഓപ്ഷൻ ഡി ഫ്രീക്വൻസി. 4 ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ടേംസിനകത്ത് കിലോ വാട്ട് അവർ എന്നറിയപ്പെടുന്നത് എന്തിൻ്റെ ആണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് എന്താണ് കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി അല്ലേ, ഏതാണ് ഹീറ്റ്, ഏതാണ് കിലോ വാട്ട് അവർ ആണ്. അത് എന്ത് മെഷർമെൻറ്റ് അല്ലെ എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്, എനർജിയുടെ യൂണിറ്റ് ആണ് കേട്ടോ, എനർജിയുടെ യൂണിറ്റ് ആണ്. അന്നേരം നോക്കിയേ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പുഷ് ഓർ പുൾ എന്നാണ് നമുക്ക് പറയുക അല്ലേ. പുഷ് ഓർ പുൾ എന്നാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫോഴ്സ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നോക്കി, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ എന്തായിരിക്കും ആൻസർ എഴുതേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആൻസർ പറയുക? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുക, ന്യൂട്ടൺ അല്ലേ. ന്യൂട്ടണിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സിന്റെ യൂണിറ്റ് മെഷർ ചെയ്യുക അല്ലേ. CGS യൂണിറ്റ് ആണ് നമ്മുടെ ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കണം, ഡൈൻ ആയിരിക്കണം കേട്ടോ. ഡൈൻ ആണ് ഫോഴ്സിന്റെ CGS യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഡൈൻ ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് എഴുതണം, ന്യൂട്ടൺ എഴുതണം. ഹീറ്റ് ആണെങ്കിൽ എന്താണ്, നമുക്കറിയാം ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 3 രീതിയിൽ മെഷർമെന്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഏതൊക്കെയാണ് ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെഷർമെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 രീതിയിൽ മെഷർമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്, ഡിഗ്രി സെൽഷ്യസ്, കെൽവിന്, ഫാരൻഹീറ്റ്. ഈ 3 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്താണ്, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്, കെൽവിൻ ആണ് എഴുതേണ്ടത് അല്ലേ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് എഴുതണം, കെൽവിൻ എഴുതണം. ക്ലിയർ ആണ്? ഫ്രീക്വൻസിയുടെ എന്താണ്, ഹെഡ്സ് ആണ് കേട്ടോ. അന്നേരം എന്താണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനകത്തുള്ള ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെ യൂണിറ്റ് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഫിസിക്സിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺ വാട്ട് പ്രിൻസിപ്പിൾ ഡസ് എ ബോൾ പെൻ വർക്ക്? എന്താണ് പറഞ്ഞേക്കുന്നത്, ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ബോൾ പെൻ വർക്ക് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഓപ്ഷൻ ബി സർഫസ് ടെൻഷൻ, ഓപ്ഷൻ സി കാപ്പിലാരിറ്റി ആക്ഷൻ, ദെൻ ഓപ്ഷൻ ഡി മൊമെന്റം കൺസർവേഷൻ. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കുക, ബോൾ പെൻ അല്ലെ. ബോൾ പെൻ വർക്ക് ചെയ്യുന്നത് ഏത് തത്വം അനുസരിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ, ഓപ്ഷൻ ബി സർഫസ് ടെൻഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, ബോൾ പെന്ന് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ട്മീറ്റർ? എന്താണ് ഐഡിയൽ വോൾട്ട്മീറ്ററിന്റെ എന്താണ് റെസിസ്റ്റൻസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ദെൻ ഓപ്ഷൻ സി ഇൻഫിനിറ്റി, ദെൻ ഓപ്ഷൻ ഡി ലിമിറ്റഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് വോൾട്ട്മീറ്റർ നമ്മൾ യൂസ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ് വോൾട്ട്മീറ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട് നമ്മൾ വോൾട്ട്മീറ്റർ യൂസ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക,
പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്, വോൾട്ട് മീറ്റർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ട് മീറ്റർ. ഐഡിയൽ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണോ 1 ആണോ ഇൻഫിനിറ്റി ആണോ ലിമിറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്, ഓപ്ഷൻ സി ഇൻഫിനിറ്റി ആണ് കേട്ടോ. ഏതാണ്, ഇൻഫിനിറ്റി ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സർക്യൂട്ട് തമ്മിലുള്ള എന്താണ് രണ്ട് സർക്യൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സർക്യൂട്ട് നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സർക്യൂട്ടിനകത്ത് എത്രത്തോളം ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ലൂമൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. ലൂമൻ എന്ന് പറയുന്നത് ഏതിന്റെ യൂണിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ എ ലൈറ്റ് ഇന്റൻസിറ്റി, ഓപ്ഷൻ ബി എനർജി, ഓപ്ഷൻ സി പവർ, ദെൻ ഓപ്ഷൻ ഡി ഫ്ലെയിം ഫ്ലക്സ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4-നകത്ത് നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്, ലൂമൻ എന്ന് പറയുന്നത് എന്തിന്റെ SI യൂണിറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ലൂമൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെ. എന്താണ് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് ലൈറ്റ് ഇന്റൻസിറ്റി, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് അറിയപ്പെടുക, ലൂമൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ. അതായത് ലൂമൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണ്, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലൂമൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. താഴെ തന്നിരിക്കുന്ന ഉപകരണത്തിനകത്ത് ഏതാണ് മെക്കാനിക്കൽ എനർജിയെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ സിത്താർ, ഓപ്ഷൻ ബി ലൗഡ് സ്പീക്കർ, ദെൻ ഓപ്ഷൻ ഡി ഇലക്ട്രിക് മോട്ടോർ, ദെൻ ഓപ്ഷൻ ഡി ഡൈനാമോ. 4 ഉപകരണങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ഇതിനകത്ത് മെക്കാനിക്കൽ എനർജി നമുക്കറിയാം കൺവേർഷൻ ഉണ്ട്, അതിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എനർജീസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് എന്ത് ചെയ്യുകയാണ്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, എനർജി നഷ്ടപ്പെടുത്താതെ ഏത് ഫോമിലുള്ള എനർജിയാണോ അത്രയും എമൗണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ഫോമിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എനർജിയുടെ അതിനകത്ത്. മെക്കാനിക്കൽ എനർജിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനകത്ത് ഏത് ഉപകരണമാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും ആൻസർ, ഏതാണെന്ന് അറിയാമോ, ഡൈനാമോ അല്ലേ. ഡൈനാമോ ആണ് എന്ത് പറയുക, മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇലക്ട്രിക് എനർജി ആയിട്ട് നിർമ്മിക്കുക. നമ്മൾ ഉപയോഗിക്കുക മെഷീൻ പ്രവർത്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മെക്കാനിക്കൽ എനർജിയെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് എനർജി ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. എയറിൽ കൂടെ സഞ്ചരിക്കുന്ന അല്ലേ, എന്താണ് സൗണ്ടിന്റെ വെലോസിറ്റി താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 332 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 330 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി 116 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ഓപ്ഷൻ ഡി 432 മീറ്റർ പെർ സെക്കൻഡ്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്, വെലോസിറ്റി എന്തിൻ്റെയാണ്, സൗണ്ടിന്റെ വെലോസിറ്റി അല്ലെ, മീറ്റർ പെർ സെക്കൻഡിലാണ്. നമുക്കറിയാം യൂണിറ്റ്, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ നൽകുക, അറിയാമോ ആൻസർ എന്താണെന്നുള്ളത്, അറിയാമോ. ഏതാണ് ഓപ്ഷൻ എ 332 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് എന്ത് ചെയ്യുക സൗണ്ടിന്റെ വെലോസിറ്റി അല്ലെ, എവിടാണ്, എയറിൽ സഞ്ചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ലെൻസ് ഈസ് യൂസ്ഡ് ഫോർ മയോപ്പിയ അല്ലെ. കണ്ണിന് ബാധിക്കുന്ന ഡിസീസ് ആണ് മയോപ്പിയ എന്ന് പറയുന്നത്. ഈ മയോപ്പിയ ഡിസീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോൺകേവ് ലെൻസ്, ഓപ്ഷൻ ബി കോൺവെക്സ് ലെൻസ്, ദെൻ ഓപ്ഷൻ സി സിലിണ്ടറിക്കൽ ലെൻസ്, ദെൻ ഓപ്ഷൻ ഡി സിലിണ്ടറിക്കൽ ലെൻസ് 2 ടൈംസ് ഉണ്ട്. ഇവിടെ നൺ ഓഫ് ദി അബോവ് ആക്കിയാലും മതി കേട്ടോ. എന്നിട്ട് നോക്കി ഏതാണ് വിച്ച് ലെൻസ് യൂസ്ഡ് ഫോർ മയോപ്പിയ. മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ണിനെ ബാധിക്കുന്ന ഡിസീസ് ആണ്. ഈ മയോപ്പിയ ഡിസീസ് അല്ലെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഏത് ലെൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഓപ്ഷൻ എ കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. ആൻസർ ഏതാണ്, ഓപ്ഷൻ എ കോൺകേവ് ലെൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക മയോപ്പിയയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ, മയോപ്പിയ ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, കോൺകേവ് ലെൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വെക്റ്റർ ക്വാണ്ടിറ്റി.
താഴെ തന്നിരിക്കുന്നതിനകത്ത് വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം വെക്റ്റർ ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി ഉണ്ട്. 2 ടൈപ്സ് ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്, വെക്റ്ററും സ്കെയിലാറും. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് വെക്റ്റർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻ എ ആക്സലറേഷൻ, ഓപ്ഷൻ ബി ഫോഴ്സ്, ഓപ്ഷൻ സി ഡിസ്പ്ലേസ്മെന്റ്, ദെൻ ഓപ്ഷൻ ഡി എനർജി. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എന്താണ് ഡയറക്ഷൻ, ബോത്ത് ഡയറക്ഷൻ ഉണ്ട്, ബോത്ത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഒൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ അതെന്തായിരിക്കും? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇതിനകത്ത് ആൻസർ ഏതാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എനർജി ആണ് കേട്ടോ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് മെഷേർഡ് ബൈ എ ബാരോമീറ്റർ? എന്ത് മെഷർമെന്റ് ചെയ്യാനാണ് നമ്മൾ ബാരോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റാഷണൽ സ്പീഡ്, ഓപ്ഷൻ ബി പ്യൂരിറ്റി ഓഫ് മിൽക്ക്, ഓപ്ഷൻ സി അറ്റ്മോസ്ഫിയറിക് മോയിസ്ചർ, ദെൻ ഓപ്ഷൻ ഡി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ബാരോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബാരോമീറ്റർ യൂസ് ചെയ്യുന്നത്. പ്യൂരിറ്റി ഓഫ് മിൽക്ക് ആണെങ്കിൽ എന്താണ്? ലാക്ടോമീറ്റർ ആണ് കേട്ടോ. ലാക്ടോമീറ്റർ ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? മിൽക്കിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആൻസർ എഴുതേണ്ടത്? എന്താണ്? ലാക്ടോമീറ്റർ ആണ് എഴുതേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബാരോമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് മിറർ ഈസ് യൂസ്ഡ് ഫോർ റിയർ വ്യൂ ഇൻ മോട്ടോർ വെഹിക്കിൾസ്? മോട്ടോർ വെഹിക്കിൾസിനകത്ത് റിയർ വ്യൂ മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിനെയാണ്? ഓപ്ഷൻ എ കോൺവെക്സ് മിറർ, ഓപ്ഷൻ ബി കോൺകേവ് മിറർ, ദെൻ ഓപ്ഷൻ സി പ്ലെയിൻ മിറർ, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അല്ലേ, ഇതിനകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് മോട്ടോർ വെഹിക്കിളിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ, പ്ലെയിൻ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ എ കോൺവെക്സ് മിറർ ആണ് നമ്മൾ എന്ത് ചെയ്യുക? റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. ക്ലിയർ ആണേ? 15ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്യൂ ടു വിച്ച് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഇറ്റ് ഈസ് പോസിബിൾ ടു സ്വിം ഇൻ വാട്ടർ? സ്വിം ഇൻ വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിൽ നീന്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടന്റെ ഏത് ലോ അനുസരിച്ചിട്ടാണ് നമ്മളത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഫസ്റ്റ്, ഓപ്ഷൻ ബി സെക്കൻഡ്, ഓപ്ഷൻ സി തേർഡ്, ദെൻ ഓപ്ഷൻ ഡി ഫോർത്ത്. ന്യൂട്ടൺ എത്ര ലോസ് ഉണ്ട്? 3 ലോസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. അല്ലെ, ഫസ്റ്റ് ലോ പറയുന്ന പേരെന്താണ്? ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നുണ്ട്. അല്ലെ, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നുണ്ട്. സെക്കൻഡ് ലോ എന്തെന്നറിയപ്പെടുന്നുണ്ട്? ഫോഴ്സിന്റെ ഇക്വേഷൻ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നുള്ള ഇക്വേഷൻ, എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് രണ്ടാമത്തെ ലോയ്ക്കകത്ത് പറയുന്നത്. തേർഡ് ലോയ്ക്കകത്ത് പറയുന്നത് എന്താണ്? ഏതൊരു പ്രവൃത്തിക്കും എന്തുണ്ട്? ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുക? തേർഡ് ലോയ്ക്കകത്ത് പറയുന്നത്. അതേ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്വിം ഇൻ വാട്ടറിൽ, അല്ലേ, വാട്ടറിൽ സ്വിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത്. അന്നേരം ഏതാണ്? ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ചായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഒരു വാട്ടറിനകത്ത് എന്ത് ചെയ്യുക? സ്വിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ ഏത് ലോ ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ന്യൂട്ടന്റെ തേർഡ് ലോ ആണ് ഡിപ്പെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഇൻ കെൽവിൻ മെഷർമെന്റ്? നമുക്ക് ടെമ്പറേച്ചർ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി 3 യൂണിറ്റ് ഉണ്ട്. കെൽവിൻ ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഈ 3 യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർമെന്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? കെൽവിൻ ആണ് എഴുതേണ്ടത്. അല്ലെ, SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതണം? കെൽവിൻ ആണ് എഴുതേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ കെൽവിനിലെ വാല്യൂവിൽ പറഞ്ഞാൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് അറിയപ്പെടുന്നത്. ഈ ബോഡി ടെമ്പറേച്ചർ നമ്മൾ എന്താണ്? കെൽവിനിലോട്ട് മാറ്റി കഴിഞ്ഞാൽ എത്രയായിരിക്കും വാല്യൂ എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? അറിയാമോ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും?
എന്താണ് ആൻസർ? എന്താണ്? C+273 എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യണം? അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെൽവിൻ സ്കെയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 98.7 കെൽവിൻ ആണോ, അതോ ഓപ്ഷൻ ബി 100 കെൽവിൻ ആണോ, ഓപ്ഷൻ സി 310 കെൽവിൻ ആണോ, അതോ 37 കെൽവിൻ ആയിരിക്കുമോ? ഏതായിരിക്കും ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ആൻസർ? അറിയാമോ? ഏതാണ്? 310 കെൽവിൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തിൻ്റെ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെലഗ്രാം ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ലൈവ് സെക്ഷൻസിൻ്റെ ലിങ്കുകളൊക്കെ വീഴുന്നത് നമുക്ക് ഈ ഒരു ടെലഗ്രാം ചാനലാണ്. എല്ലാവരും ജോയിൻ ചെയ്യുക. കറക്റ്റ് പ്രോപ്പറായിട്ട് ഡിഫൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റിയെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് മെറ്റൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി സിൽവർ, ദെൻ ഓപ്ഷൻ ഡി അലുമിനിയം. 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിൽവറിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത്? കോപ്പർ ആണ് കേട്ടോ. സെക്കൻഡ് പ്ലേസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് എഴുതണം? കോപ്പർ എഴുതണം. സിൽവർ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ എന്ത് ഇലക്ട്രിസിറ്റിയെ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പ്ലേസ് എന്താണ്? കോപ്പറിനാണ്. നമ്മൾ അതുപോലെ തന്നെ എന്താണ്? ഹൗസ് ഹോൾഡ് വയറിങ്ങിന് വേണ്ടിയിട്ട്, വീടുകളിലൊക്കെ വയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോപ്പറാണ്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് എഴുതേണ്ടത്? കോപ്പറാണ് എഴുതേണ്ടത് കേട്ടോ. പക്ഷെ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റലാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത്? അലൂമിനിയം ആണ് അല്ലേ? എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റലാണ് ചോദിച്ചിരിക്കുന്നതിൽ എന്താണ്? അലൂമിനിയം ആണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? അയണിൻ്റെ എന്താണ്? Fe കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, കോപ്പറിനെ Cu കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, സിൽവറിനെ എന്തുകൊണ്ട്? Ag കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അലൂമിനിയത്തിന് എന്ത് ചെയ്യുന്നു? Al കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു? 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്ര വോട്ടിന് ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 548 വോട്ട്, ഓപ്ഷൻ ബി 746 വോട്ട്, ഓപ്ഷൻ സി 740 വോട്ട്, ദെൻ ഓപ്ഷൻ ഡി 746 വോൾട്ട്. അല്ലെ, 4 വോൾട്ട് തന്നിട്ടുണ്ട്. നോക്കിയേ, ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവി മെഷീൻസിന്റെ പവർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? എന്ത് പറയുക? ഹോഴ്സ് പവർ എന്ന് പറയുക. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 740 വോട്ടിന് ഈക്വൽ ആണോ, അതോ 746 വോട്ടിന് ഈക്വൽ എന്നാണോ? ഇത് രണ്ടും നോക്കിയാൽ മതി. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 746 വോൾട്ടാണ് എന്തെന്ന് പറയുക? ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക് ബൾബ് ഈസ് മേഡ് അപ്പ് ഓഫ് ഡാഷ്. എന്താണ്? ഇലക്ട്രിക് ബൾബ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏതുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി നിക്രോം, ഓപ്ഷൻ സി ടങ്സ്റ്റൺ, ദെൻ ഓപ്ഷൻ ഡി ഹീലിയം. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നോക്കിയേ, ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഏതാണ്? ടങ്സ്റ്റൺ ആണ് അല്ലേ? പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി അല്ലെങ്കിൽ ഹീറ്റ് കയറി വരുന്ന സമയത്ത്, ചൂട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് എനർജി കയറി വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ആവുന്നുണ്ട്, പൊട്ടിപ്പോകുന്നുണ്ട് അല്ലേ? ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ് അല്ലേ? ടങ്സ്റ്റൺ ബോയിലിംഗ് പോയിന്റ് ഒക്കെ വളരെ കൂടുതലാണ്. അതിൽ ബൾബിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ടങ്സ്റ്റൺ ആണ്. ബൾബ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? തോമസ് ആൽവ എഡിസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ബൾബ് കണ്ടുപിടിച്ചത്. ഇനി നോക്കിയേ, ഫ്ലോട്ടിംഗ് ബലൂൺസിനകത്തൊക്കെ അല്ലേ, പറന്നു കിടക്കുന്ന ബലൂൺസ്, ഫ്ലോട്ടിംഗ് ബലൂൺസിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹീലിയം ആണ്. എന്ത് ചെയ്യുക? ഫ്ലോട്ട് ചെയ്യുന്ന ബലൂൺസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹീലിയം ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നമ്മൾ 20 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. ഈ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് മുൻ വർഷങ്ങളിലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് ചിലപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് പഠിച്ചു പോകണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീഡിയോ സെക്ഷനുമായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.